Hello friends, welcome to 𝙑𝙬𝙬𝙬 സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് ആക്ച്വലി പറയാൻ പോകുന്നത് BSNL ലാൻഡ് ലൈനോ അല്ലെങ്കിൽ BSNL ഫൈബർ യൂസേഴ്സോ BSNL ബ്രോഡ്ബാൻഡ് നോർമൽ യൂസേഴ്സിനോ അല്ലെങ്കിൽ BSNLൻ്റെ സിം ഉപയോഗിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയുക നമുക്കൊരു റിവാർഡ് പോയിൻറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് തന്നെ BSNL ഇപ്പോൾ ഒരു റിവാർഡ് പോയിൻറ്റ് സിസ്റ്റം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, നമുക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ അറിയായിരിക്കും നമുക്ക് റിവാർഡ് പോയിൻറ്റ് സിസ്റ്റം എന്താ. നമ്മൾ ഒരു സാധനം പേ ചെയ്യാനായിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യാനാണെങ്കിൽ നമുക്കൊരു റിവാർഡ് പോയിൻറ്റ്സ് തരും. അതേ സിസ്റ്റം തന്നെയാണത്. നമ്മൾ BSNLൻ്റെ ബില്ലടയ്ക്കുമ്പോൾ അല്ലെങ്കിൽ റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു റിവാർഡ് പോയിൻറ്റ്സ് തരുന്നുണ്ട്. ഇപ്പോൾ അപ്പോൾ ആ റിവാർഡ് പോയിൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് അവർക്ക് ശരിക്കും ഒരു സെപ്പറേറ്റ് സൈറ്റ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വേറൊരു എന്താ പറയുക ഇതുപോലെ ഗിഫ്റ്റ് കാർഡ്സ് കൊടുക്കുന്ന ഒരു സൈറ്റായിട്ട് ടൈപ്പ് ചെയ്തിട്ട് നമുക്കൊരു BSNLൻ്റെ ഇപ്പോൾ ഒരു റിവാർഡ് പോയിൻറ്റ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു സാധനം തുടങ്ങിയിട്ടുണ്ട്. ഒരു വെബ്സൈറ്റ് വേറെ എക്സ്ട്രാ തുടങ്ങിയിട്ടുണ്ട്, ഒരു ആപ്പും തുടങ്ങിയിട്ടുണ്ട് അവർ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രോഡ്ബാൻഡ് ഇപ്പോൾ മോസ്റ്റ്ലി അറിയാം എല്ലാവർക്കും BSNL ഫൈബർ യൂസേഴ്സാണ്. നമ്മുടെ ബില്ലടയ്ക്കുന്ന 400 രൂപയുടെ മുകളിൽ ബില്ലടക്കുന്നവർക്കൊക്കെ നമുക്ക് ഈ റിവാർഡ് പോയിൻറ്റ് സിസ്റ്റം കിട്ടും. അപ്പോൾ നമ്മുടെ ഫൈബറിൻ്റെ പ്ലാൻ എല്ലാം 400 രൂപയുടെ മുകളിൽ വരും. അപ്പോൾ ശരിക്കും നമുക്കിത് ഈ ബില്ലടയ്ക്കണേ കൊണ്ട് നമുക്ക് ബില്ലടച്ച് ഇപ്പോൾ നമുക്ക് ഈ ബില്ലടക്കണം, നമ്മൾ എന്തായാലും നമ്മൾ എല്ലാ മാസവും ബില്ലടക്കണം. അപ്പോൾ ബില്ലടക്കണതിന് നമുക്ക് ഓരോ റിവാർഡ് പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ ഈ റിവാർഡ് പോയിൻറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ഈ സൈറ്റിൽ കൂടെ ചെയ്യാൻ പറ്റും. നമുക്ക് മിന്ത്ര കൂടെ ഫ്ലിപ്കാർട്ടിൽ കൂടെ സാധനങ്ങൾ വാങ്ങിക്കാം. അങ്ങനെ കുറേ സാധനമുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചാണ് നമ്മൾ വരാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാൻ മറക്കണ്ട, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ജസ്റ്റ് ആ ലിങ്ക് കയറി ചെക്കൗട്ട് ചെയ്താൽ മതി. ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പേജും തുടങ്ങിയിട്ടുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. നമ്മൾ വീഡിയോസ് അപ്ലോഡ് തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നമ്മുടെ ആമസോണിൻ്റെ നമ്മളൊരു സ്റ്റോർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ആമസോണിൻ്റെ ഇൻഫ്ലുവൻസർ സ്റ്റോർ എന്ന് പറയും. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സിൻ്റെ ലിങ്ക്സ് അതുപോലെ ടോപ്പ് 5 കാറ്റഗറി എല്ലാ കാറ്റഗറിയിലത്തെയും ടോപ്പ് 5 കാറ്റഗറിയിൽ തന്നെ നമ്മളൊരു സ്റ്റോർ പോലെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ ഈസി ആയിട്ട് നമുക്ക് എന്തെങ്കിലും സാധനം ഇപ്പോൾ നമ്മളൊരു ബെസ്റ്റ് TV നോക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് 5 TV ലിസ്റ്റുകളുടെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ കിട്ടും. ആമസോൺ ലിങ്കാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആമസോണിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആമസോണിലെ ആപ്പിൽ തന്നെ പോവുക, ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്കാണ് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈസി ആയിട്ട് വാങ്ങിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക, നമ്മൾ റിവ്യൂ കാര്യങ്ങളൊന്നും തപ്പി നടന്ന് സമയം കളയേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യാം. എക്സ്ട്രാ വേറെ കാശും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എല്ലാത്തിൻ്റെ സാധനം ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് വെച്ചിട്ട് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്തോട്ട് നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പോൾ ഒന്ന് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു BSNL നമുക്കൊരു ഫാബുലസ് എന്ന് പറഞ്ഞൊരു എന്താ പറയുക ഗിഫ്റ്റ് കാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വെബ്സൈറ്റാണ് അത്. ആക്ച്വലി അത് അവരായിട്ട് ടൈപ്പ് ചെയ്തൊരു BSNL ഫാബുലസ് എന്നൊരു റിവാർഡ് പ്രോഗ്രാം ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് BSNL റിവാർഡ്സ് വന്നിട്ട് എന്താ പറയുക ഗൂഗിൾ പേയിൽ തപ്പിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആപ്പ് കിട്ടും, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റും ഉണ്ട്. നമ്മൾ അതിൻ്റെ കുറിച്ച് ഡീറ്റെയിലാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഫുൾ ഡീറ്റെയിൽസും കിട്ടും, ലിങ്കും കാര്യങ്ങളും കിട്ടും, ആപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ വെബ്സൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ bsnl.fabulous.com എന്നൊരു വെബ്സൈറ്റ് അവർ റീസെൻ്റ്ലി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിന് പ്രത്യേകത വെച്ചാൽ നമ്മുടെ BSNLൻ്റെ ഡയറക്റ്റ് സൈറ്റിൽ കൂടെ നമ്മൾ ബില്ലടയ്ക്കുമ്പോഴാണ് നമുക്ക് ഈ റിവാർഡ് പോയിൻറ്റ്സും കാര്യങ്ങളും കിട്ടുക. നിങ്ങൾ വേറെ സൈറ്റിൽ കൂടെ ബില്ലടച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടില്ല പ്രോഗ്രാം. അപ്പോൾ BSNLൻ്റെ ബില്ലടയ്ക്കുമ്പോൾ ഡയറക്റ്റ് BSNL ഗേറ്റ്വേ ത്രൂ തന്നെ ബില്ലടയ്ക്കാൻ നോക്കുക. അപ്പോൾ റിവാർഡ് പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നമുക്ക് ഈ സൈറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമുക്ക് മൊബൈലിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മൊബൈലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ മൊബൈലിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ആദ്യം നമുക്ക് ആപ്പ് ഞാൻ കാണിച്ചു തരാം. ആപ്പ് ഇതാണ് നമ്മുടെ BSNL ആപ്പ് കേട്ടോ. BSNL റിവാർഡ്സ് വേണ്ടി കൊണ്ടുപോകും. അപ്പോൾ ഈ ആപ്പിൽ നമുക്ക് ആപ്പിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോവിഡിന് ശേഷം തൊണ്ടയിൽ ഭയങ്കര പ്രോബ്ലം. ഇതേപോലെ തന്നെയാണ് നമ്മുടെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ ഇതേ ഇൻ്റർഫേസ് തന്നെയാണ് വരിക. എന്തായാലും ഞാൻ രണ്ടിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പോൾ നമുക്കിപ്പോൾ ഞാൻ നമ്മുടെ മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ എത്ര പോയിൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ വരും. ഞാൻ ആക്ച്വലി ആമസോണിൽ കൂടെയാണ് റീചാർജ് ചെയ്തത്, കാരണം അധികം പോയിൻറ്റ്സ് ഉണ്ടാകാൻ സാധ്യതയില്ല. 2-3 വട്ടമാണ് നമുക്ക് ഇത് കൂടെ ഒരു വട്ടം 2 വട്ടമാണ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് കൂടെ. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഞാനൊന്ന് ലോഗിൻ ചെയ്യട്ടെ നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ അടിച്ചിട്ട് ലോഗിൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വെരിഫൈ പിന്നാണ്. അപ്പോൾ പിൻ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ലോഗിൻ ആവാൻ പറ്റും. എന്തായാലും നമ്മുടെ പിന്നിൻ്റെ മെസ്സേജ് വന്നിട്ടില്ല. ചെറിയൊരു ലാഗ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അറിയായിരിക്കും BSNL സൈറ്റുകളും അതുപോലെ ഗവൺമെൻറ് സൈറ്റുകളൊക്കെ നല്ല ലാഗിങ് ആണ്. അത് ഇവരുടെ മെയിൻ്റനൻസ് ഇല്ലാത്തതിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ വന്നിട്ടില്ല ഇതുവരെയായിട്ട്. ഞാൻ ആക്ച്വലി ഇന്നലെ നമ്മൾ ചെയ്തപ്പോൾ കറക്റ്റ് പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്ന് മെസ്സേജ് വരുന്നില്ല. എന്തായാലും നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് തിരിച്ച് ഒന്നുകൂടി നോക്കിയിട്ട് പിന്നെ തിരിച്ച് മെസ്സേജ് വരുമ്പോൾ ലോഗിൻ ചെയ്യേണ്ടി വരും.
മെസ്സേജ് വരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് റീട്രൈ ചെയ്യാം. നമുക്ക് ക്യാൻസൽ ചെയ്ത് ഒന്നുകൂടി റീട്രൈ ചെയ്യാം. എന്തായാലും ഞാനത് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ വെറുതെ ലെങ്ത് കൂടുന്നല്ലാണ്ട് വേറെ കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മുടെ ഈ ആപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും. അപ്പോൾ ഇതിൽ ശരിക്കും ഇപ്പോൾ ഞാൻ ആക്ച്വലി ലോഗിൻ ചെയ്ത് കാണിക്കാമെന്ന് വെച്ചാൽ അവർക്ക് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ അവരുടെ സെർവർ കുറച്ച് ഡൗൺ ആണ്, അതുകൊണ്ട് ഈ നമ്മുടെ മെസ്സേജും OTP ഒന്നും സെൻഡ് ആവുന്നില്ല, അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ശരിയാവുമെന്നാണ് പറഞ്ഞത്. ആക്ച്വലി നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതനുസരിച്ച് റിവാർഡ് പോയിൻറ്റ്സ് കയറിയിട്ട് നമുക്ക് അതിലത് റിഡീം ചെയ്യാൻ പറ്റും, നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും, മിന്ത്രയിൽ യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുറേ സപ്പോർട്ടറായിട്ടുള്ള സൈറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ലോയൽറ്റി റിവാർഡ് പോയിൻറ്റ്സിൻ്റെ ഒരു ഗുണം. അപ്പോൾ നിങ്ങൾ പേ ചെയ്യേണ്ടത് ഡയറക്റ്റ് നമ്മുടെ BSNL നെറ്റ് ഗേറ്റ് വേ കൂടെ മാത്രമാണല്ലോ. അങ്ങനത്തെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പോയിൻറ്റ്സ് കയറുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ബില്ലടക്കുന്നതാണ്. അപ്പോൾ ഡയറക്റ്റ് BSNL ആപ്പിൽ കൂടെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ റിവാർഡ് പോയിൻറ്റ്സ് ഉപയോഗിക്കാം. അതുകൊണ്ട് പർച്ചേസിങ് ചെയ്യാൻ കാര്യങ്ങളും റിവാർഡ് ചെയ്യാം, റീചാർജ് ചെയ്യാം, അങ്ങനത്തെ കുറേ നോർമലി നമ്മൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ റിവാർഡ് പോയിൻറ്റ് സിസ്റ്റത്തിൽ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിക്കാൻ നമ്മുടെ എന്താ പറയുക, നമ്മുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സും അതുപോലെ ആപ്പിൻ്റെ ലിങ്ക്സും ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ നല്ലൊരു പരിപാടി എന്താ വെച്ചാൽ നമ്മൾ എന്തായാലും ബില്ലടക്കുന്നതാണ്. അപ്പോൾ ഇതിന് പോയിൻറ്റ്സ് കിട്ടണമെങ്കിൽ നമുക്കതിന് എക്സ്ട്രാ യൂസ് ചെയ്യുന്ന പറയുന്നത് നല്ലൊരു കാര്യമാണ്. നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സിന് പ്രത്യേകിച്ച് ഈ സംഭവം അറിയാവുന്നതായിരിക്കും. അപ്പോൾ അതൊരു നല്ലൊരു മൂവ് തന്നെയാണ് BSNL ഭാഗത്ത് നിന്ന്. ഇപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടാണ് ശരിക്കും ആക്ച്വലി ആപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലോഞ്ച് ആയിട്ടുള്ളൂ. ഇപ്പോഴും പക്ഷേ കുറച്ച് ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്ഡേറ്റ് ഇഞ്ഞൂടി വരാനുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ട പോലെ തന്നെ കുറച്ച് ഇഷ്യൂ, സെർവർ പ്രോബ്ലം, അതുപോലെ ആപ്പിന് കുറച്ച് ഇഷ്യൂകളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നോർമലി ലോഗിൻ ആവാറുണ്ട്. ഞാൻ ഇന്നലെയൊക്കെ ഉപയോഗിച്ചാണ്. അപ്പോൾ ഇന്നലെയൊക്കെ ലോഗിൻ ആവുന്നുണ്ടായിരുന്നു. ഒന്ന് സെർവർ ഡൗൺ ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അത് ഫുള്ള് കാണിക്കാണ്ടിരുന്നത് അതുകൊണ്ടാണ്. പക്ഷേ കാണിക്കാനുള്ളതൊന്നുമില്ല. ജസ്റ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പേജ് കാണാൻ പറ്റും. നമ്മുടെ എത്ര റിവാർഡ് പോയിൻറ്റ്സ്, എനിക്ക് 400 പോയിൻറ്റ്സ് സംതിങ് ആണുള്ളത്. നമ്മുടെ 400 അബോവ് ബില്ലടക്കുന്നവർക്കൊക്കെ നമുക്ക് ഈ റിവാർഡ് പോയിൻറ്റ് കിട്ടും. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബില്ലാണ് പോയിൻറ്റ്സ് കയറുക. എത്ര പോയിൻറ്റ്സ് കറക്റ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആ പോയിൻറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് റീചാർജ് ചെയ്യുക, പർച്ചേസിന് റിഡീം ചെയ്യുക. നമുക്ക് ആ സൈറ്റിലെ എല്ലാ ഡീറ്റെയിൽസും കാണിക്കും. മാപ്പിൽ മിന്ത്ര അങ്ങനത്തെ കുറേ സൈറ്റുകളുണ്ട്. എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് ചെയ്യുക. ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ.